പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണം മടിയിൽ കനമില്ലാത്ത തനിക്ക് എന്ത് പേടിയെന്ന് മുഹമ്മദ് മുഹസിൻ MLA. അഴിമതിയുണ്ടെന്ന് പറയുന്നവർ പരാതി നൽകി അന്വേഷിക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ലാതിരുന്നത് കാരണമാണ് ഓങ്ങല്ലൂരിലെ പാലം പണി നീണ്ടത്. താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെന്നും MLA പറഞ്ഞു. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ആരോപണം ഉണ്ടെന്നുണ്ടെങ്കിൽ BJPയും കോൺഗ്രസ് അപ്പോൾ ഭരിക്കുന്നത് അന്വേഷണം നടത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തണം. നമുക്ക് ഇതിലൊന്നും മടിയിൽ കനല്ലാത്തവന് എന്തിനാ പേടിക്കാനുള്ളത്? പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ MLA എന്നുള്ള നിലക്ക് ഗവൺമെന്റിൽ ഇടപെട്ട് ഫണ്ട് അനുവദിച്ചു. അതിനുവേണ്ടി സ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. വാട്ടർ അതോറിറ്റി പൈപ്പ് അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു. ഇതിൽ ഇപ്രാവശ്യം ഈ ചെറിയൊരു പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ 2 മാസമായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് പോയി. മഴ വരുന്നതിന് മുമ്പ് ആ കൾവർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികൾ വരാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണം വർക്ക് ഡിലേ ആയി എന്നുള്ളത് സത്യമാണ്. പിന്നെ കുറച്ചു പേര് കേസിന് പോയതുകൊണ്ടും സ്ഥലം ഏറ്റെടുപ്പ് പരമാവധി, പിന്നെ ആ പാടത്ത് നേരത്തെ പാടം നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിട്ടപ്പോൾ കുറച്ച് ആളുകൾ പരാതി കൊടുത്ത് അതിനെതിരെ പ്രശ്നം ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വർക്ക് പരമാവധി ഡിലേ ആക്കാൻ 2022-23 കാലത്താണ് വർക്ക് ടെൻഡർ ചെയ്ത് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. അപ്പൊ വർക്ക് ആരംഭിച്ചിട്ട് അതാണ് ആയത്. ഒരു സ്ഥലം കയ്യേറ്റം ഒഴിപ്പിച്ച് വീതി കൂട്ടിയാണ് ആ റോഡ് ചെയ്യുന്നത്. ഇത് MLA എന്നുള്ളവർക്ക് ഫണ്ട് അനുവദിക്കാനും അതിന്റെ സൗകര്യങ്ങൾ ചെയ്യാനും MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അതിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഞാൻ എന്റെ ഇടപെടുക, അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുണ്ട്, അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഏത് അന്വേഷണം ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അന്വേഷിക്കുക. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കണം. മാത്രമല്ല വെറുതെ ഇങ്ങനെ അഴിമതി പറയുന്ന ആളുകൾ, ഇതിലൊക്കെ അഴിമതി നടത്തലും കമ്മീഷൻ ചെയ്യുന്നൊക്കെ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നലുണ്ടാവും. ഞാൻ അതിൽ പെട്ട ആളല്ല. അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. തീർച്ചയായിട്ടും അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് നടപടി സ്വീകരിക്കണം. കുറ്റക്കാർക്കെതിരെ ചെയ്യും വേണം. എനിക്കതിലും പ്രശ്നമില്ല. വെറുതെ വിടുവായത്തം. ഇതിപ്പോ പ്രശ്നം എന്താ വെച്ചാല് ഈ ചില ആളുകൾ പോയിട്ട് വിവാദം ഉണ്ടാക്കും, എന്നിട്ട് കരാറുകാരത്തുനിന്ന് പോയിട്ട് പൈസ മേടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവും. ഈ പറഞ്ഞ ആരോപണം പറഞ്ഞേക്കും. അതിലൊന്നും ഞാൻ പെടുന്നില്ല. വെറുതെ ആരോപണം പറഞ്ഞ് നടക്കില്ല. ഇപ്പൊ വിജിലൻസ് ആണെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരുടെയൊക്കെ കൂടെ തന്നെ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ BJPയോട് ചായ്വുള്ള പല ഉദ്യോഗസ്ഥരുമാണ് ഈ പറഞ്ഞ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നത്. ഇവര് കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് അത് ആരാച്ച കണ്ടെത്തിയിട്ട് നടപടി സ്വീകരിക്കട്ടെ. നമുക്കിപ്പോ എന്താ പ്രശ്നം? ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടായിട്ട് അതിന്റെ ദൈനംദിന കാര്യത്തിൽ എഞ്ചിനീയർമാരും ബാക്കിയുള്ളവരും ഇടപെടുന്നത്. MLA എന്നുള്ള നിലക്ക് ഫണ്ട് അനുവദിക്കുകയും സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള കാര്യത്തിൽ ഞാനതിനെ ഏറ്റെടുക്കുന്നത്. മടിയിൽ കനമല്ല. ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപ ഇതിലല്ല എവിടെയില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പൊ അതുകൊണ്ട് ആർക്ക് എവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും കൃത്യമായ തെളിവോടുകൂടി അവര് അത് മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയുണ്ട്, വിജിലൻസ് ഉണ്ട്, അതൊക്കെ തെളിയിക്കണം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു അത് തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.